ഇതാണ് ഇബ്ലീസിന്റെ ശക്തി. ലഅനത്തുല്ലാഹി അലൈഹി. പിടിവിടാതെ കൂടെ വരും. ഓത്തു പള്ളിയിലോതിയില്ല എങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലുമൊറ്റ കള്ളമോദിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കളവ് പറയാതെ, ഒരാളെ വേദനിപ്പിക്കാതെ, ഒരാളെ വിഷമിപ്പിക്കാതെ, ഒരാളെ സങ്കടപ്പെടുത്താതെ, തന്റെ ജീവിതത്തെ കുറിച്ച് ആരും അങ്ങനെ ഒരു വർത്തമാനം പറയാത്ത വിധത്തില് അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചു പോയെങ്കിൽ പരിശുദ്ധ റബീഉൽ അവ്വലിൽ റസൂൽ എന്ന് പറഞ്ഞാൽ എന്താ? കുറെ ഇങ്ങനെ റസൂലുള്ളാഹിയുടെ ചരിത്രം പറഞ്ഞ് നിങ്ങളങ്ങ് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകലല്ല. ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് തീരുമാനിക്കണം, അല്ലാഹ് മരിക്കുന്നത് വരെ ഞാൻ എന്റെ നാവ് കൊണ്ട് ഒരാളെയും സങ്കടപ്പെടുത്തൂല പടച്ചോനെ. ഈ നാവ് കൊണ്ടാണ് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. അവസാനം അത് പറഞ്ഞു മരിക്കേണ്ടവനാണ്. അതുകൊണ്ട് എന്റെ നാവ് കൊണ്ട് ഞാൻ ഒരിക്കലും അത് പറയൂല. മഹാനായ ഖാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ തീരുമാനം എന്തെന്നറിയുമോ? നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വരുമ്പോ ലിമ ഖുൽത ഹാദാ, നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ അല്ലാഹുവിനെ കൊണ്ട് ചോദിപ്പിക്കൂല. എന്തോ ഒരു തീരുമാനം. എന്തിനാണ് നീ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ അല്ലാഹുവെ കൊണ്ട് ചോദിപ്പിക്കൂല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വർത്താനം എന്റെ ജീവിതത്തിൽ ഉണ്ടാവൂലെന്ന് മഹാനായ ഖാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറയാം. ഒരിക്കൽ മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ചത്തു പുഴുത്തു നാറിക്കിടക്കുന്ന ഒരു കോവർ കഴുതയുടെ മുമ്പിലൂടെ നടന്നു പോവുകയാണ്. പുഴുത്തു നാറി ദുർഗന്ധമാണ്. എല്ലാവരും ഇങ്ങനെ മൂക്കുവത്തുമ്പോ മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അതിന്റെ മുമ്പ് പോയിട്ട് പറയാണ്, നിങ്ങൾ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നത്, പരിഹസിക്കുന്നത്, വേദനിപ്പിക്കുന്നത് ഖൈറുൽ ലഹു, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് ഇത്. അതിനേക്കാൾ നല്ലത് ഈ ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന പുഴുത്തു നാറി കിടക്കുന്ന കോവർ കഴുതേ നിങ്ങൾ കഴിക്കലാണെന്ന് മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയാ. ഒരു പ്രസിഡന്റിനെ, ഒരു സെക്രട്ടറിയെ, ഒരു ഖത്തീബിനെ, ഒരു സംഘാടകനെ, ഒരു പഞ്ചായത്ത് മെമ്പറെ, കൂടെ നടക്കുന്ന കൂട്ടുകാരനെ, ബന്ധുക്കളെ, അമ്മായിയെ, മരുമകളെ, നാത്തൂനെ, ഭർത്താവിനെ, ഭാര്യയെ, ഭർത്താവിന്റെ അനുജന്മാരെ, ജ്യേഷ്ഠന്മാരെ, അനുജത്തിയെ, ജ്യേഷ്ഠത്തിയെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരങ്ങളുടെ മക്കളെ, കൂട്ടുകാരെ, അങ്ങനെ കല്യാണത്തിനും മരണത്തിനുമായ എത്ര കുറ്റപ്പെടുത്തലുകളാണ്. അതിനേക്കാൾ നല്ലത് പുഴുത്തു നാറിക്കിടക്കുന്ന കോവർ കഴുതയുടെ മാംസം നിങ്ങൾ കഴിക്കലാണെന്ന് മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറാ ഔ ലിയസ്മുത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, പറയുന്നെങ്കിൽ ഫൽയഖുൽ ഖൈറാ, നല്ലത് മാത്രം പറയുക, അല്ലെങ്കിൽ ചുപ്പിരഹോ ഒന്നും മിണ്ടരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറയുന്നെങ്കിൽ നല്ലത് പറയാ, ഇല്ലെങ്കിൽ മിണ്ടാൻ നിൽക്കരുത്, ഇല്ലെങ്കിൽ സംസാരിക്കാൻ നിൽക്കരുത്. ആ സംസാരത്തിന്റെ വർത്താനം മനസ്സിലേക്ക് പതിഞ്ഞു പോയാൽ വലിയ പ്രയാസം ഉണ്ടാവും. ഉഹുദ് യുദ്ധത്തിന്റെ മനോഹരമായ ഒരു സംഭവം പറയുന്നുണ്ട്. ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായി കിടക്കുന്ന ഒരു മനുഷ്യൻ ഫവുജിദ ഫീ ബത്നിഹി സഖറത്തൻ മിനൽ ജൂദ്, വിശപ്പ് കാരണം വയറ്റിനകത്ത് കല്ല് വെച്ച് കെട്ടി യുദ്ധം ചെയ്ത സ്വഹാബി. വിശപ്പ് സഹിക്കാനാകാതെ, അത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ അറിയില്ല. നമ്മുടെ മക്കൾ ആരാണെന്ന് വിശപ്പറിയുന്നത്? ആർക്കാണ് വിശപ്പ്? നോമ്പിന് പോലും വിശപ്പില്ല പകല്. വിശപ്പിന്റെ നോമ്പൊക്കെ പോയി, കാലം ഒരുപാട്. ഈ റമദാൻ ആർക്കെങ്കിലും പകല് വിശന്നോ? എനിക്കൊന്നുമില്ല, വിശന്നിട്ടുണ്ടാവില്ല. നല്ല സൂപ്പർ അല്ലേ? അത്താഴത്തിന് നല്ല ഫുഡല്ലേ? ഖാദർ എന്താ ഹാജി പറ, നിങ്ങളെ പേര്, നിങ്ങള് ബുക്ക് പ്രകാശനം ചെയ്യുന്ന ആൾ അബ്ദുൽ ഖാദർ ഹാജി അല്ലേ? അബ്ദുൽ ഖാദർ ഹാജി, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. എനിക്ക് ആ ബുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട്, അത് പുള്ളി അത് വാങ്ങിയതുകൊണ്ട്, അബ്ദുൽ ഹാജി ബുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടേ പുള്ളി അത് വാങ്ങിയതുകൊണ്ട് എനിക്ക് പുള്ളിയെ മറക്കാൻ പറ്റില്ല. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആർക്കാണ് നോമ്പിന് വിശക്കുക? കാരണം അത് അത്രയ്ക്ക് നല്ല ഫുഡാണ്. രാത്രി അടിച്ചു കയറ്റുക, അത്താഴത്തിന് അടിച്ചു കയറ്റുക, ഹെവി ഫുഡാണ്. പകലൊന്നും ആർക്കും ഒരു ക്ഷീണമില്ല, വിശപ്പില്ല, ഒന്നുമില്ല. അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. ഞങ്ങളൊക്കെ ആ ഫുഡല്ലേ കഴിക്കുക. എനിക്ക് മാത്രം അങ്ങനെ വേറെ സ്വർഗത്തിൽ നിന്ന് ഫുഡെന്ന് പറയാൻ, നിങ്ങളൊക്കെ കഴിക്കുന്ന ആട്ടമാവോ റവമാവോ ഒക്കെ തന്നെയാണ് ഞാനും കഴിക്കുക. പക്ഷെ പ്രശ്നം അതാണ്, നമുക്ക് വിശക്കുന്നില്ല പകൽ.
നമ്മുടെ മക്കൾ എന്നാണ് വിശപ്പറിഞ്ഞിട്ടില്ല? ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട പ്രായം ചെന്നവരോട് നിങ്ങൾ ചോദിക്ക്, അവരുടെ വാപ്പയും ഉമ്മയും ചെറുപ്പമായിരുന്ന കാലം, അവർക്ക് 10ഉം 15ഉം വയസ്സായിരുന്ന കാലം, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ട കഥ അവർ പറഞ്ഞു തരും. ഇന്ന് പുതിയ കാലാന്ന് പറഞ്ഞ് അവരെ ചവിട്ടി മാറ്റിയിട്ട് പോകുമ്പോ അവരവരുടെ ഉമ്മയെ കുറിച്ച് ചിന്തിക്കും, അല്ലാ എൻ്റെ ഉമ്മ എനിക്ക് തന്ന പഴങ്കഞ്ചിക്കകത്ത് ചോറില്ലാത്തത് കൊണ്ട് ഞാനും എൻ്റെ ഇക്കയും തമ്മിൽ അടികൂടിയതിന്റെ പഴയകാലം അവർ ഓർത്തു പോകും. എനിക്കതൊക്കെ ഓർമ്മ വരും. എൻ്റെ ഉപ്പായൊക്കെ ശരിക്കും കഷ്ടപ്പെട്ട ആളാണ്. ഞാനൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിൽ വന്നാൽ രാവിലെ കഴിച്ചിട്ട് പോകുന്നതന്നെ ഉണ്ടാവുള്ളൂ. ഉച്ചയ്ക്ക് സ്കൂളിൽ വലിയ വലിയ കുട്ടികളൊക്കെ സ്കൂളിൽ മുട്ട പൊരിച്ചതും പിന്നെ ചോറും ഉപ്പേരിയൊക്കെ കൊണ്ടുവരുമ്പോ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് 25 പൈസ 10 പൈസ കൊടുക്കുമ്പോ ഈ ഉപ്പിലിട്ട നാരങ്ങ പിന്നെ നെല്ലിക്കയുടെയും അതുപോലെ അങ്ങനെയുള്ള വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇരിക്കുക. വൈകുന്നേരം വീട്ടിൽ വന്നാൽ കഴിക്കാനൊന്നും ഉണ്ടാവില്ല. വാപ്പ ജോലി കഴിഞ്ഞ് വരുന്നത് വരെ ഞാനും എൻ്റെ അനുജനും ഒക്കെ കാത്തിരുന്നിട്ടുണ്ട്. വാപ്പ ജോലി കഴിഞ്ഞ് വരുമ്പോ ശരിക്ക് പഴുത്ത ചക്കയും അതുപോലെ അങ്ങനെ കുറെ സാധനങ്ങൾ കൊണ്ടുവരും. അതൊക്കെ എന്ത് രസമായിട്ടന്ന് കഴിച്ചിട്ടുണ്ട്. ഞാൻ പറയാണ്, നമ്മുടെ മക്കൾക്ക് അതറിയില്ല. എൻ്റെ മക്കൾക്ക് അതറിയോ? എൻ്റെ മക്കൾ വിശക്കാൻ ഞാൻ അനുവദിക്കോ? ഫോണിലൂടെ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് എൻ്റെ മക്കൾ ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയും. നമ്മളാരും മക്കളെ വിശക്കാൻ അനുവദിക്കൂല. നമ്മുടെ മക്കൾക്ക് വിശപ്പറിയില്ല. പക്ഷെ നമ്മൾ അവരെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കണം പഴയ കാലത്തിന്റെ നമ്മുടെ കഷ്ടപ്പാടിന്റെ കഥ അവരറിയണം. വാപ്പ പണിയെടുത്തതും വാപ്പ വയറൊട്ടി കിടന്നതും ഭക്ഷണമില്ലാത്ത ദിവസം രാവും പകലും കഴിഞ്ഞു പോയത് നമ്മുടെ മക്കൾ അറിയണം. എന്നാലേ അവർക്കതിന്റെ വാല്യൂ മനസ്സിലാവും, അവർക്ക് കിട്ടുന്ന ആഹാരത്തിന്റെ വാല്യൂ മനസ്സിലാവും. നമ്മുടെ മക്കളുടെ പിന്നാലെ ഉമ്മ ഭക്ഷണം കൊണ്ട് മോളൂസേ പാല് 1 ഗ്ലാസ് കൂടി കുച്ചിട്ട് പോടിന്ന് പറയുമ്പോ അങ്ങനെ ഓടുകയാണ്. അവർക്ക് ആഹാരം കൂടിപ്പോയി, വേണ്ട. അങ്ങനെ നടന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെയാണ് കഴിക്കുക. എന്തോ ഒരു സ്റ്റൈലാണ് നമ്മുടെ മക്കൾ ഫുഡ് കഴിക്കുക. 7 വയസ്സ് 8 വയസ്സും 10 വയസ്സൊക്കെ ആയി ഇതിനൊക്കെയാണ് ഉമ്മച്ചി ഇങ്ങനെ പുന്നാരം മോളൂസല്ലേ ഇച്ചിരി കൂടി അങ്ങനെ ഉമ്മച്ചി അങ്ങനെ കൊഞ്ചിച്ച് അങ്ങനെ കൊണ്ടുപോവാ. അവസാനം എവിടെ എത്തുന്നറിയോ? ഇതൊക്കെ ഈ ഇംഗ്ലീഷുകാരുടെ മക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ചാനലിലൊക്കെ യൂട്യൂബിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അവരെ സ്റ്റോറീസ് ഇങ്ങനെ വരും. ചെറിയ കുഞ്ഞുങ്ങൾ വൃത്തിയുള്ള ടേബിളിന്റെ മുകളിൽ ഭക്ഷണം ഇട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് വാരി കഴിക്കുന്നത് ശീലിപ്പിക്കുകയാണ് അവര്. അവർക്ക് സ്നേഹത്തിന് പരിധിയുണ്ട്, നമുക്ക് പരിധിയില്ല. കുറച്ച് പൈസ കിട്ടി ഭർത്താവ് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് അയച്ച് നമ്മൾ 2 വിസിറ്റിന് ഗൾഫിലൊക്കെ പോയി 6 മാസം 7 മാസം നമ്മളവിടെ പോയി നിന്നാൽ പിന്നെ നമ്മൾ ഭൂലോക ഏറ്റവും വലിയ സുന്ദരിയെ പോലെയാണ് നമ്മൾ നടക്കുക, ഏറ്റവും വലിയ രാജ്ഞിയെ പോലെയാണ് നമ്മൾ നടക്കുക. അവിടെയാണ് നമുക്ക് പിഴവ് പറ്റുന്നത്. ഉഹുദ് യുദ്ധത്തിൽ പോരാടിയ ഒരു മനുഷ്യൻ, അയാളുടെ വയറ്റിനകത്ത് കല്ല് വെച്ച് കെട്ടിക്കിട്ടാണ് യുദ്ധം ചെയ്തത്. അയാൾ വിട പറഞ്ഞു പോയി രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കാണുമ്പോ ആ മകനെവിടെ എന്നറിയാ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരികയാണ്. എവിടെ എന്റെ മകനെവിടെ? ഒരു സഹാബി വന്നു പറഞ്ഞു, നിങ്ങളെ പൊന്നുമോനെവിടെ ഷഹീദായി കിടക്കുന്നുണ്ട്, ശരീരത്തിന്റെ ഭാഗങ്ങൾ വേറെയായി ചിതറിക്കിടക്കുന്നുണ്ട്. ഇത് പറയുമ്പോ പൊന്നാര ഉമ്മ ഓടി മയ്യപ്പിന്റെ അരികപ്പ് ചെല്ലുകയാ. എന്നിട്ട് പറയുന്നു, ഹനി അല്ലക്കയാ ബുനയ്യൽ ജന്നാ, മോനെ അല്ലാഹു നിനക്ക് സ്വർഗം തന്നു സന്തോഷിച്ചു കൊള്ളുക, നിനക്ക് സ്വർഗം തന്നു സന്തോഷിച്ചു കൊള്ളുക എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ സ്ത്രീയെ നോക്കിയിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങളോട് ആരാ പറഞ്ഞതാ മനുഷ്യന് സ്വർഗമാണെന്ന്? യാ ഹബീബല്ലാഹ്, എന്റെ പൊന്നുമോന്റെ കൈ കിടക്കുന്ന കണ്ടോ, എന്റെ പൊന്നുമോന്റെ കാല് കിടക്കുന്ന കണ്ടോ? ആ മോന് സ്വർഗമല്ലെങ്കിൽ പിന്നെ ആർക്കാണ് പടച്ചോ സ്വർഗം കൊടുക്കുക? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലഅല്ലഹു കാന യതകല്ലമു ഫീമാ ലാ യഗ്രി. നിങ്ങൾക്കറിയുമോ, ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു വർത്തമാനം ആരെങ്കിലും കുറിച്ച് ആ മകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കല്ലല്ല 10 കല്ല് വയറ്റത്ത് വെച്ച് പോരാടി ഷഹീദായാലും അവരതിന്റെ കൂലി കിട്ടൂല ഉമ്മായെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. ഒരു വാക്ക് ആവശ്യമില്ലാത്തതൊരു സഹോദരനെ കുറിച്ച് പറഞ്ഞിട്ടാണ്
ഇയാൾ ഇങ്ങനെ പോരടിച്ച് ഉഹുദിൽ ഇങ്ങനെ മരിച്ചതെങ്കിൽ ആ മനുഷ്യനതിന്റെ കൂലി കിട്ടൂലെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ